ഇപ്പോഴുള്ള ചില സാഹചര്യങ്ങളും ചില സാന്നിധ്യങ്ങളും ചില തെറ്റിദ്ധാരണകളും ചില കുത്തുവാക്കുകളും നമ്മളിൽ പലരെയും വേദനിപ്പിക്കാറുണ്ട്. ഇപ്പോഴും സത്യമാണ്. ചിലപ്പോഴൊക്കെ ഇത്തരം വേദനകളിലൂടെ ഞാനും കടന്നു പോകാറുണ്ട്. പക്ഷേ അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരല്പം കൂടി ഭംഗിയായിട്ട് അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ അന്ന് തുടർച്ചയായി തുടരെ 3 വിക്കറ്റുകൾ വീണതിന് ശേഷം വിരാട് കോഹ്ലി എന്ന നമ്മുടെ ഇന്ത്യയുടെ അഭിമാന താരം ഒരല്പനേരം ഏതാണ്ടൊരു 8-10 സെക്കൻഡോളം ആ ക്രീസിൽ ബാറ്റിൽ തലയും വെച്ച് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ നമുക്കെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടെ ആ വീഡിയോയ്ക്ക് പിന്നെ അതിന് ഒത്തിരിയേറെ എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ആ സമയങ്ങളിൽ വിരാട് കോഹ്ലി താൻ കടന്നു വന്ന ആ വഴികളെക്കുറിച്ചെല്ലാം ആലോചിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ സത്യമായിരിക്കണം. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമുക്കെല്ലായ്പ്പോഴും ഒരുപോലെ സന്തോഷത്തോടു കൂടിയിരിക്കാനോ സമാധാനത്തോടു കൂടിയിരിക്കാനോ മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കുമെന്നോ യാതൊരു ഉറപ്പുമില്ല. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എത്രയേറെ വേദന അനുഭവിക്കുന്നത് മറ്റുള്ളവർ പോലും മനസ്സിലാകാതിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത്രയും നാൾ കടന്നു വന്ന വഴികളെക്കുറിച്ചും നമ്മൾ ഇത്രയും നാൾ കടന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ കടന്നു വന്ന ആ വേദനകളെക്കുറിച്ചും നമ്മൾ തരണം ചെയ്ത പ്രതിബന്ധങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും നമ്മളൊരു വട്ടം ഒരല്പസമയം ഇതുപോലെ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ ഉറപ്പായിട്ടും ഈ സാഹചര്യത്തെയും ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെയും ഉറപ്പായും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതിനെ മാറ്റി നിർത്താൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്നതിനേക്കാളും ഒരല്പം കൂടി നല്ലത്, ഉറപ്പായും വിഷമം വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതിനെ തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് കടന്നു വന്ന കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കലാണ്. ഇതിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതിജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം നമ്മൾ വന്ന വഴികളെക്കുറിച്ച് നമ്മൾ ഇതുവരെയും ചിന്തിക്കാത്തത് കൊണ്ടാണ്. കേട്ടിട്ടില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല.